തെന്നിന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ അഴകുകൾ അത്രയും സംഗമിക്കുന്ന കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലിൻ്റെ സ്വപ്നതീരം. എപ്പോഴും വീശിയടിച്ചുകൊണ്ടിരിക്കുന്ന കിഴക്കൻ കാറ്റിൽ ഭൂമിയെ ഹരിതാഭയണിയിച്ച് നിൽക്കുന്ന നെൽപ്പാടങ്ങളും ഒറ്റയായും നിരയായും തലയുയർത്തി നിൽക്കുന്ന മലമടക്കുകളും നൽകുന്ന അവിസ്മരണീയ അനുഭൂതിയിൽ നാം പരിസരം മറന്നുപോകുന്നു. ഇവിടെയാണ് ഓർത്തോപീഡിക്സ് എന്ന ആധുനിക വൈദ്യശാസ്ത്ര ശാഖയിൽ വിശ്വോത്തര ചികിത്സ ലഭ്യമാക്കി പ്രശസ്തിയുടെ കൊടുമുടികൾ താണ്ടിയ ഡോക്ടർ കൃഷ്ണകുമാർ തൻ്റെ രോഗികൾക്ക് സാന്ത്വനമേകുന്നത്. അപകടങ്ങളിൽപ്പെട്ട് അസ്ഥിക്ഷതം സംഭവിച്ചവർക്കും ജന്മനാ അംഗവൈകല്യമുള്ളവർക്കും മതിയായ ചികിത്സ കിട്ടാതെ നരകജീവിതം ജീവിച്ചു തീർക്കേണ്ട ഗതികേട് അടുത്ത കാലം വരെ നിലനിന്നിരുന്നു. ഓർത്തോപീഡിക്സിനായി അത്യാഹിത വിഭാഗം ആരംഭിച്ച് അപകടങ്ങളിൽ ചികിത്സ കിട്ടാതെ മരിക്കുന്നവരെ പോലും രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞതാണ് ഈ രംഗത്ത് മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റായത്. ഓർക്കാപ്പുറത്ത് കടന്നു വരുന്ന അപകടങ്ങളാൽ ഉണ്ടാകുന്നതും ജന്മനാലുള്ളതുമായ അംഗവൈകല്യങ്ങൾ ഒരു തീരാശാപമായി കരുതി ജീവിതം ഹോമിക്കുന്നവർക്ക് ആശ്വാസമായി തീരുകയാണ് ഓർത്തോപീഡിക്സിന് മാത്രമായി കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ ആശുപത്രിയും. ഓർത്തോപീഡിക്സ് എന്ന വൈദ്യശാസ്ത്ര ശാഖയ്ക്ക് ഇന്ന് ലോകത്തിൽ ലഭ്യമായ എല്ലാ അറിവുകളും സാങ്കേതിക വിദ്യകളും നമുക്ക് ലഭ്യമാക്കി തെന്നിന്ത്യയിലെ തന്നെ അഭിമാനമായി തിരഞ്ഞിരിക്കുന്ന ഡോക്ടർ കൃഷ്ണകുമാറാണ് ഗുഡ് മോർണിംഗ് കേരളയുടെ ഇന്നത്തെ നമ്മുടെ അതിഥി. അദ്ദേഹത്തിന് ഗുഡ് മോർണിംഗ് കേരളയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സർ, ഇപ്പോൾ നമ്മുടെ തെന്നിന്ത്യയിൽ തന്നെ നിരവധി സാധാരണ ഹോസ്പിറ്റലും ഇപ്പോൾ മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസൊക്കെ ഒത്തിരിയുണ്ട്. അതിൽ പലതും തന്നെ ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ എന്നാലും ഈ ഓർത്തോപീഡിക്സിന് മാത്രമായിട്ടുള്ളൊരു ഹോസ്പിറ്റൽ വളരെ കുറവാണ്, പ്രത്യേകിച്ചും ഇന്ത്യയിൽ തന്നെ വളരെ കുറവാണെന്ന് തോന്നുന്നു. എന്താണ് സാർ ഈ ഇങ്ങനെ ഒരു പ്രത്യേക എല്ലാവർക്കും താല്പര്യമുള്ള ഒരു രംഗത്തേക്ക് വരാൻ കാരണം? ഓർത്തോപീഡിക്സ് എന്ന് വെച്ചാൽ അതിനോട് ഇറ്റ്സ് എക്സ്പാൻഡഡ് ഫീൽഡ് നൗ. എന്നാൽ ഞാൻ ആദ്യത്തെ MS MBBS ഒക്കെ പഠിക്കുമ്പോൾ ഓർത്തോപീഡിക്സ് ഇത്ര ഡെവലപ്പായിട്ടില്ല. ആ ദിവസത്തിലേക്ക് ഒരു എല്ല് മുറിഞ്ഞാൽ അവർ നൊണ്ടി തന്നെ നടക്കണം, അതാണ് അൾട്ടിമേറ്റം. ഇപ്പോഴൊക്കെ അങ്ങനെയല്ല. ഏത് മോശമായ ഫ്രാക്ചർ ആയാലും അത് ശരിയാക്കി നോർമൽ ആക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഓർത്തോപീഡിക്സിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായത്. സാർ MS ഓർത്തോപീഡിക്സ്. ഓക്കെ. ഇപ്പോൾ സാർ പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ദിണ്ടുക്കലിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്തു. എത്ര വർഷമായിട്ടാണ് സാർ നമ്മുടെ 1993 ഈ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്ത്, പിന്നെ ഈ ന്യൂ ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്ത്, പിന്നെ 87 ഇവിടെ ഓർത്തോപീഡിക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓർത്തോയിൽ തന്നെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്? നട്ടെല്ലിൻ്റെ സകല ഡിസീസസ്. നട്ടലിന് ഡിസീസസ് എന്ന് വെച്ചാൽ സ്പോണ്ടിലോസിസ്, എല്ലിൽ ഏതെങ്കിലും പസ് ഫോർമേഷൻ, ട്യൂബർക്ലോസിസ്, ഈ ഡിസീസൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ. പിന്നെ ആ ഡിസീസായ ബോണ് റിമൂവ് ചെയ്തിട്ട് അതിന് പകരം ആർട്ടിഫിഷ്യൽ ബോൺ വയ്ക്കാം നട്ടലിൽ കൂടെ. പിന്നെ അത് ഒരു സ്പെഷ്യാലിറ്റി. പിന്നെ മുട്ടയൊക്കെ ഇറക്കില്ലേ ഇവിടെ, ഈ ഇതുപോലെ ഇതൊക്കെ ചീത്തയായി പോയാൽ ഇതൊക്കെ മാറ്റിയിട്ട് ആർട്ടിഫിഷ്യൽ ജോയിൻ്റ് വയ്ക്കാം. ദാറ്റ് ഈസ് ജോയിൻ്റ് റീപ്ലേസ്മെൻറ്റ്, വാജ്പേയിക്ക് ചെയ്തതുപോലെ. പിന്നെ ഫ്രാക്ചേഴ്സ്, ഏതെങ്കിലും ഫ്രാക്ചേഴ്സ്, എന്ത് ആക്സിഡൻറ്റിൽ ഏത് ഫ്രാക്ചർ വന്നാലും. പിന്നെ ലിംബ് ലെങ്തനിങ്, അതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പെഷ്യാലിറ്റി. അതെന്താണ് ലിംബ് ലെങ്തനിങ് എന്ന് വെച്ചാൽ കയ്യോ കാലോ ഷോർട്ടായിട്ടിരുന്നാൽ അത് നമ്മൾ ലെങ്താക്കാം, നീട്ടം കൂട്ടാം. അതായത് ഇപ്പോൾ രണ്ട് കയ്യിൽ ഒരു കൈ ஒரு கை லெங்க்த்து கூடுதலாக இருக்குது, ஒரு கை லெங்க்த்து குறைவாக இருக்குது. இப்போ லெங்க்த்து குறைவாக இருக்கிற கையை வந்து லெங்க்த்து கூட்டாம். அதே போல் கால்லையும் ஒரு கால் குறைவாயிட்டும் ஒரு கால் நீட்டம் கூட்டுதலாகவும் இருந்தால் அந்த குட்டையாக இருக்கக்கூடிய கால் நீட்டாம். அது வந்து ആദ്യത്തെ എല്ലിസ്റോന്ന് ഒരു ടെക്നിക്ക് ഉണ്ടായിരുന്നു. എല്ലിസ്റോസ് ടെക്നിക്ന്ന് വെച്ചാൽ இந்த கால் அல்லது கைக்கு சுற்றி ரிங்ஸு, വളയിലല്ലേ അതുപോലെ സ്റ്റീലിൽ റിങ്സ് ഫിക്സ് ചെയ്യും. അത് റിങ്സ് എല്ലിൻ്റെ കൂടെ പോയി അടുത്ത ദിവസം പോയി അത് റിങ്സിൽ തന്നെ ഫിറ്റ് ചെയ്യും.
പിന്നെ എല്ലാം ഒരിടത്തിൽ കട്ട് ചെയ്തിട്ട് ഡെയിലി കുറച്ച് അത് ഡിസ്ട്രാക്ട് ചെയ്താൽ ലെങ്ത് കൂട്ടാം. അത് ആദ്യത്തെ ടെക്നിക്ക്. പിന്നെ ഇപ്പോൾ வந்து ஒரு இட்டாலியன் டெக்னிக் இருக்குது. அது வந்து ரிங்ஸ்னு வச்சால் யூ ஹேவ் டு அப்ளை த ரிங்ஸ் அரவுண்ட் த லெக் விச் இஸ் இன்கன்வீனியன்ட். பேஷண்ட்டுக்கு வந்து அது ஒரு കൺവീനിയൻസ് ഉള്ള സാധനമല്ല. കൈയിൻ്റെയോ കാലിൻ്റെയോ അകത്താണോ വരുന്നത്? പുറത്ത് വരുന്നത്. സോ அதை மாற்றிட்டு அந்த டெக்னிக் இப்போது அதை விட பெட்டர் டெக்னிக் வந்து ഓർത്തോഫിക്സിന് പറയുന്ന ടെക്നിക്ക്. ഓർത്തോഫിക്സിന് പറയുന്ന ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നില്ലേ, ഇത് രണ്ടും ക്ലാംപ്സ് ആണ്. ഈ സ്ക്രൂസ് അല്ലേ, ഇത് എല്ലിൻ്റെ അകത്ത് പോകും. മനസ്സിലായി? ഓപ്പറേഷൻ ചെയ്യണ്ട, ചിന്ന പിൻ ഒരു ഹോൾ പോട്ട് അതിൻ്റെ അകത്ത് എല്ലിൻ്റെ അകത്ത് ഇത് ഫിക്സ് ചെയ്താൽ. പിന്നെ ഈ ക്ലാംപ്സൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇത് തിരിക്കിയാൽ ഇത് ഡിസ്ട്രാക്ഷൻ വരും. இந்த ரெண்டு ക്ലാംപ്സും വൈഡൻ ആകുമ്പോൾ இந்த bone will grow. ഓക്കെ, അപ്പോൾ എല്ലാം ശരിക്കും വലിയുവാണ് ചെയ്തത്, അത് ശരിക്കും വളരുവാണോ? വളരും, ഇറ്റ് വിൽ ഗ്രോ. അപ്പോൾ സാർ അതിന് ഈ എല്ലിന് എന്തെങ്കിലും ഈ പൊട്ടലോ അങ്ങനെ എന്തെങ്കിലും വരില്ല? വരില്ല. അത് இந்த டிஸ்ட்ராக்ஷன் ஒரு நாளைக்கு 1 மில்லிமீட்டரே எல்லை நீட்டாக நோக்கும். சப்போஸ் ஒரு ஆளுக்கு வந்து 10 மில்லிமீட்டர் ஷார்ட்டனிங் இருந்துச்சுன்னா 10 days ஆகும். 100 மில்லிமீட்டர் ஷார்ட்டனிங் இருந்ததுன்னா 100 days ஆகும். ஸோ അങ്ങനെ വെച്ചാൽ ഒരു ദിവസത്തിന് 1 മില്ലിമീറ്ററേ നീട്ടം കൂട്ടാൻ സാധിക്കും. ஸோ அந்த மாதிரி 1 മില്ലിമീറ്റർക്ക് നീട്ടം കൂട്ടിയാൽ இந்த എല്ല് ബലം കുറയതെല്ലാം വരാതെ. ഓർത്തോപീഡിക്സിനായി ഒരു കംപ്ലീറ്റ് ഹോസ്പിറ്റൽ എന്നതാണ് ഡോക്ടർ കൃഷ്ണകുമാറിൻ്റെ തുടക്കം മുതലേയുള്ള സ്വപ്നം. അത് സാക്ഷാത്കരിച്ചപ്പോൾ അനുഗ്രഹമായത് കേവലം കന്യാകുമാരി ജില്ലയ്ക്ക് മാത്രമായിരുന്നില്ല. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും ഇവിടെ രോഗികളെത്തുന്നു. ഓർത്തോപീഡിക്സിൽ മുഴുവൻ ചികിത്സകളും ലഭ്യമാക്കുന്നതോടൊപ്പം വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാ മേഖലകളിലും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. വികലാംഗർക്കുള്ള ശസ്ത്രക്രിയകൾ മിക്കതും താക്കോൽ ദ്വാര ശസ്ത്രക്രിയകളിലേക്ക് വന്നതും ലോകത്ത് ഇന്ന് ലഭ്യമാക്കിയിട്ടുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും ചികിത്സയ്ക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്നതും ഈ രംഗത്ത് ഒരുപാട് മുന്നേറുവാൻ നമ്മെ സഹായിച്ചു. മിക്ക വൈകല്യങ്ങളും ശസ്ത്രക്രിയ കൂടാതെ ഫിസിയോതെറാപ്പിയിലൂടെ തന്നെ ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റും. ശസ്ത്രക്രിയാനന്തരവും ഫിസിയോതെറാപ്പി ആവശ്യമായി വരുന്നു. ഇതിനായി പൂർണ്ണമായും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന ഫിസിയോതെറാപ്പി സെന്ററും ഇവിടെ പ്രവർത്തിക്കുന്നു. അപകടങ്ങളിൽപ്പെട്ട് അസ്ഥിക്ഷതം സംഭവിച്ചവർക്ക് അടിയന്തര ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സകൾക്കായി സുസജ്ജമായ ഓപ്പറേഷൻ തിയേറ്ററും ഇൻസെൻറ്റീവ് കെയർ യൂണിറ്റും നിരവധി ജീവനുകൾ രക്ഷിച്ചിട്ടുണ്ട്. അപകടങ്ങളിൽപ്പെട്ട് അംഗവൈകല്യം സംഭവിക്കുന്നവർക്ക് ഇനി ഒരിക്കലും അതേ അവസ്ഥയിൽ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരില്ല. യന്ത്ര സംവിധാനങ്ങളുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡും രോഗികളെ പരിചരിക്കുന്നതിൽ ബദ്ധശ്രദ്ധരായ നഴ്സുമാരും മറ്റ് ജീവനക്കാരും ആശുപത്രിയുടെ പ്രവർത്തനങ്ങളിൽ തുല്യ പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഇതല്ലാതെ മറ്റെന്തൊക്കെ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്? പിന്നെ ഇത് കഴിഞ്ഞിട്ട് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് പറഞ്ഞ് ഇതാണ് ജോയിൻറ്റ്, ഹിപ്പ് ജോയിൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ജോയിൻറ്റ്. ഇത് എന്താ തൈ ബോണ്ട് അകത്ത് ഇത് ഇൻസൈറ്റ് ചെയ്യണം. ഇത് നീ ജോയിൻ്റാണ്, ഇവിടെ തൈ ബോണ്ടിന് ഇവിടെ ഇതിൻ്റെ അകത്ത് ഇൻസൈറ്റ് ചെയ്യാം. പിന്നെ ഇതാണ് ബോൾ സോക്കറ്റിൻ്റെ ബോൾ. പിന്നെ ഇതൊരു പ്ലാസ്റ്റിക് ഇൻസെറ്റ്. ഇത് കപ്പ്, സിറ്റാബിളത്തിനുടെ കപ്പ്. സോ ഇങ്ങനെ ഇത് ദിസ് ജോയിൻ്റ് വിൽ മൂവ്. സോ ഇതാണ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്. ഈ ഓർത്തോയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ ട്രീറ്റ്മെൻറ്റുകൾ എങ്ങനെയാണ് നമ്മൾ സാർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വരുന്നത്? എവറി ഇയർ ഐ ഗോ ഫോർ ട്രെയിനിങ് അബ്രോഡ്. ഒരു 15 days to 30 days I go for a training. ಏನು വെച്ചാൽ നെക്സ്റ്റ് ഇയർ ദീസ് തിങ്സ് വിൽ ബിക്കം ഓബ്സലേറ്റ് ആൻഡ് സംതിങ് ബെറ്റർ വിൽ കം. ഇതവിടെ ഏറ്റവും பெஸ்ட்டாയിട്ടുള്ള ஒரு ப்ராடக்ட் வரும். அது வருதுன்னா அது எப்படி செய்கிறது அப்படிங்கிறது போய் ட்ரெயின் பண்ணிட்டு வந்தால் தான் முடியும். ஸோ தட் இஸ் ஹவ் வி டெவலப். സാർ, ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ചെറുപ്പക്കാർക്കും വയസ്സായവർക്കും എല്ലാം ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ നട്ടലിന് വേദനയും മുട്ടിന് തേയ്മാനവും ഒക്കെ. എന്താണ് സാർ അതിനുള്ള കാരണം? തേയ്മാനം എന്ന് പറഞ്ഞാൽ എല്ലിൽ സ്പോണ്ടിലോസിസ് എന്ന് പറഞ്ഞാൽ ബാക്ക് ബോൺ അല്ലേ,
ബാക്ക് ബോണിൻ്റെ ഈച്ച് ബോണിക്ക് അടുത്ത് ഒരു കുഷൻ പോലെ ഒരു സാധനമുണ്ട്, അത് ഡിസ്ക് എന്ന് പറയും. அந்த ഡിസ്ക് வந்து ഇപ്പോൾ ആക്ടിവിറ്റീസൊക്കെ ഒരുപാട് കൂടുതലായിപ്പോയില്ലേ. മോർണിംഗിൽ എളിച്ചാൽ സ്കൂളിൽ പോകണോ, ക്ലാസ്സിൽ പോകണോ, வேலைக்கு ஜோலிக்கு போகணும், அதுக்கு வெரி ஃபாஸ்ட் லைஃப். அதனால் அந்த இது கொஞ்சம் கொஞ்சமாட்டு கெட்டு போகும், தட் கெட் ஸ்பாயில்டு. அப்படி கெட்டு போயால் அந்த டிஸ்டன்ஸ் பிட்வீன் த டூ போன்ஸ் வில் பிகம் லெஸ். ரெண்டு போனுக்கும் இடையிலுள்ள டிஸ்டன்ஸ் குறையும். அப்படி குறையும் போது இந்த நரம்பெல்லாம் அது வந்து கம்ப்ரஸ் செய்யும். കംപ്രസ് ചെയ്യുമ്പോഴൊക്കെ അതിനാല തന്നെ വേദന, இந்த കയ്യിൽ എങ്ങനെ വേദന, കാലിൽ എങ്ങനെയോട് വേദന, ആ വേദനയൊക്കെ വരുന്നത് ആ നരമ്പ് കംപ്രസ് ചെയ്യുന്നത് കൊണ്ട്. സോ ഇതിന് എന്താ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ആ ഡിസ്ക് മാറ്റണം ആദ്യത്തെ. അത് അത് സ്പോയിൽഡ് ഡിസ്ക്, ഇറ്റ് ഈസ് നോ ലോങ്ങർ യൂസ്ഫുൾ. സോ അത് മാറ്റിയിട്ട് அதுக்கு പകരം ടൈറ്റാനിയത്തിൽ ഒരു ഡിസ്ക് ഉണ്ട്. ഇപ്പോൾ அந்த ഡിസ്ക് ടൈറ്റാനിയം ഡിസ്ക് അതിൽ ഫിക്സ് ചെയ്യാം. ഇപ്പോൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമാണ്, ഇപ്പോൾ അപകടങ്ങളിലൊക്കെ പെടുന്ന ആൾക്കാർക്ക് ബാക്ക് ബോണിൽ എന്തെങ്കിലും പ്രശ്നം പറ്റി അത് കിടപ്പായി പോകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കേസസിന് നമുക്ക് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ടോ? ബാക്ക് ബോൺ ഫ്രാക്ചർ എന്ന് വെച്ചാൽ ബാക്ക് ബോൺ ഫ്രാക്ചറായി കൈയോ കാലോ പാരലൈസ് ആയി പോയാൽ அதுக்கு பேக் போன் ஆப்ரேட் செய்து போன்ஸ் போய் அந்த நர்வ்ஸை ப்ரெஸ் செய்துட்டு இருக்கிறத யூ கேன் ரிமூவ் தட். அப்படி ரிமൂവ് பண்ணினா റിക്കവറി ചാൻസസ് ആർ ദെയർ. പിന്നെ അത് ഒരു കാറ്റഗറി. പിന്നെ ചിലത് ഇപ്പോൾ കയ്യിലേക്ക് എവിടെയൊക്കെ ഇഞ്ചുറി ആയി ഈ കൈ പാരലൈസ് ആയി കഴിഞ്ഞാൽ വി ക്യാൻ ഡു ടെൻഡൻ ട്രാൻസ്ഫർ. നെർവ്സിൻ്റെ പ്രശ്നം, നെർവ്സിൻ്റെ പ്രശ്നം വന്നിച്ചാൽ ട്രാൻസ്ഫർ ഓഫ് ടെൻഡൻസ് ചെയ്യலாம். ട്രാൻസ്ഫർ ഓഫ് ടെൻഡൻസ് എന്ന് വെച്ചാൽ സപ്പോസ് യു ഹാവ് ഇത് പെരുവിരൽ എപ്പടി ഇങ്ങനെ അസൈക്കാൻ പറ്റില്ലെങ്കിൽ സം അതർ ടെൻഡൻ ക്യാൻ ബി ബ്രോട്ട് ടു ദിസ് ആൻഡ് യു ക്യാൻ മേക്ക് ദ പേഷ്യൻറ്റ് മൂവ് ദ ഫിംഗേഴ്സ്. അപ്പോൾ ഈ എടുക്കുന്നിടത്ത് പ്രശ്നം വരില്ലേ? അത് ദർ ആർ സം ടെൻഡൻസ് വിച്ച് ആർ നോട്ട് വെരി നെസസറി. அந்த ടെൻഡൻസ് தான் എടുക്കും. ആവശ്യമില്ലാത്ത കുഞ്ഞ ടെൻഡൻസ് ഉണ്ട്. ഇപ്പോൾ ബോഡിയിൽ வந்து there are lot of things which are double, like 2 kidney 2 lungs. ஸோ ஒரு கிட்னி டொனேட் ചെയ്യலாம். അതുപോലെ there are lot of muscles which are not necessary. അതുപോലത്തെ മസിൽസ് வந்து ഇങ്ങനെ എടുത്ത് മാറ്റിക്കണം ചെയ്യலாம். സോ ദേ വിൽ ഹാവ് ഗുഡ് ഫങ്ഷൻ. സർ, ഇത്തരം അംഗവൈകല്യങ്ങൾ ഇപ്പോൾ ആക്സിഡൻസിലും വരാം, ജന്മനാലും വരാമല്ലോ. അപ്പോൾ ജന്മനാൽ വരുന്നതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ബർത്ത് ഡിഫെക്ട്സ് வந்து ഫസ്റ്റ് തിങ് வந்து എത്ര എർലിയറായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമോ അത്രയ്ക്ക് അത് ഈസിயாக இருக்கும் ഫസ്റ്റ് തിങ്. ஸோ இப்போ அந்த சிடிவின்னு പറയുന്നത് കാല് വളഞ്ഞിരിക്കുമല്ലോ, അതെല്ലാം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് വി സ്റ്റാർട്ട് ഡൂയിങ് ദ ട്രീറ്റ്മെൻറ്റ്. അതെങ്ങനെ പറ്റും സർ കൊച്ചു കുഞ്ഞുങ്ങൾക്ക്? ഈവൻ ഓൺ ദ ഫസ്റ്റ് ഡേ വി അപ്ലൈ കറക്ഷൻ ആൻഡ് പ്ലാസ്റ്റർ. ஏன்னா அந்த 1 டேயில் வந்து இந்த கால் அந்த ஃபுட் வில் பி வெரி ப்ளையபிள், நல்லா ஈஸியாக வளையும். இப்போ அந்த டைமுக்கு விட்டுட்டோன்னா പിന്നെ வந்து டைம் கிடைக்கிறது கஷ்டம். ஸோ ட்ரீட்மெண்ட் ஷுட் பி ஸ்டார்டட் early. அதான் அதனுடைய பேசிக் பிரின்சிபல். പിന്നെ ചില ഡിഫിക്കൽട്ട് കേസസ്ക്ക് സർജറി ചെയ്യ വേണ്ടി വരും. മോസ്റ്റ് ഓഫ് ദ കേസസ് ട്രീറ്റ്മെൻറ്റ് ഡസൻറ്റ് നീഡ് സർജറി. കൃത്രിമാവയവങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിലും നീളവ്യത്യാസമുള്ള കൈകാലുകൾ ഒരേ നീളത്തിലാക്കുന്നതിനുള്ള ലിംബ് ലെങ്തണിങ്ങിലും ഇവിടെ സവിശേഷമായ വിജയങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ഡോക്ടർ കൃഷ്ണകുമാറിലെ ആതുര സേവകൻ കൃതാർത്ഥനാവുന്നു. ഒരു സാധാരണ ആശുപത്രിയിൽ കാണുന്ന സൗകര്യങ്ങളായ മെഡിക്കൽ സ്റ്റോർ, വിവിധ പരിശോധനകൾക്കുള്ള ലബോറട്ടറികൾ, ഏറ്റവും ആധുനിക രീതിയിലുള്ള എക്സ്റേ വിഭാഗം തുടങ്ങിയവയെ കൂടാതെ പൂർണ്ണമായും യന്ത്ര സംവിധാനത്തിലുള്ള സെൻട്രൽ സ്റ്റെറിൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ്, ആധുനിക രീതിയിലുള്ളതും വൃത്തിയോടെ കാത്തുസൂക്ഷിക്കുന്നതുമായ ക്യാൻറ്റീൻ തുടങ്ങി വൈവിധ്യങ്ങൾ ഏറെയുണ്ടിവിടെ. ഇവിടെ സേവനസന്നദ്ധരായ ജീവനക്കാർ നൽകുന്ന സ്നേഹപൂർണമായ പരിചരണങ്ങൾ ഏറ്റുവാങ്ങാത്തവരായി ആരും കാണില്ല. ഓരോ പുതിയ സാങ്കേതിക വിദ്യകൾ വൈദ്യശാസ്ത്ര മേഖലയിൽ കടന്നു വരുമ്പോഴും അവ ഇവിടെ നടപ്പാക്കുന്നതിൽ സഹപ്രവർത്തകരുമായി വിശദമായ ചർച്ചകളും മറ്റും ആവശ്യമായി വരുന്നു. ഇത് രോഗികൾക്കും ഏറെ ഗുണം ചെയ്യുന്നു. ഇപ്പം ALH എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയായിട്ട് സഹകരിച്ച് നമ്മൾ ഒത്തിരിയും ചാരിറ്റി വർക്ക്സ് ചെയ്യുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. എന്താണ് സാർ അത്? അസോസിയേഷൻ വിത്ത് ദറ്റ് ALS സെൻറ്റർ. ஒரு ALS சென்டர்னா ஒரு ஜெர்மன் சென்டர் ஒன்று வச்சுருக்காங்க. அவங்க சில்ட்ரனுக்கு மட்டும் மெஜாரிட்டி ஆஃப் த கேசஸ் வந்து சர்ஜரி எல்லாமே ஃப்ரீயாக செஞ்சு கொடுப்பாங்க.
அவங்களுடைய சர்ஜரியை வந்து எங்கள் ஹாஸ்பிட்டலில் வச்சு பண்ணுறோம். we are doing free service to the children who come there. പിന്നെ இந்த ஆட்டோபாக்னு வச்ச ஒரு ஆர்டிஃபிஷியல் லிம் சென்டர் வந்து ஜெர்மனியில் இட்ஸ் அ வெரி ஃபேமஸ் சென்டர், ஃபேமஸ் கம்பெனி. அவங்க they have made center in the ALH. அதுலேயும் வந்து എല്ലാ പേർക്കും வந்து ഫ്രീയായിട്ട് ആർട്ടിഫിഷ്യൽ ലിംസ് സ്പ്ലിൻ്റൊക്കെ കൊടുക്കാറുണ്ട്. ഇത് ജർമ്മൻ കമ്പനിയായിട്ട് നമ്മൾ ചേർന്നിട്ട് ചെയ്യുന്നത്. ശരിക്കും സാർ ഇപ്പോൾ ഒത്തിരിയും ഇത്തരം ട്രീറ്റ്മെൻ്റ് ഒക്കെ സാധാരണ ഒരു സർജറിയെക്കാളും വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ അത് വർക്കൗട്ട് ആക്കാൻ പറ്റുന്നുണ്ട് ഇത്തരം ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ? ഫ്രീ ആയിട്ട് ചെയ്യുന്നത് வந்து ഒരു പെർസെൻറ്റേജ് ഓഫ് പേഷ്യൻസ്ക്ക് தான் ചെയ്യാൻ പറ്റും, ഒരു സ്മോൾ പെർസെൻറ്റേജ് ഓഫ് പേഷ്യൻസ്ക്ക്. പിന്നെ ALSல வந்து they have some funds. ALSல வந்து ஜெர்மன் ஃபண்டு டாக்டர் சிப்பல் வந்து கொஞ்சம் ஃபண்ட்ஸ் இஸ் த பர்சன் பிஹைண்ட் தட் ALS ஸ்கீம். அவர் வந்து எஸ் இன்வெஸ்டட் சம் ஃபண்ட், எஸ் ப்ராட் சம் மணி ஃப்ரம் ஜெர்மனி. ஜெர்மனிலேருந்து കുറച്ച് പൈസ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെച്ച് கொஞ்சம் செய்கிறாரு. പിന്നെ எங்கள் ஹாஸ்பிட்டலில் வந்து எங்களுக்கு ஒரு சேரிட்டி ட்ரஸ்ட் இருக்குது, அதுலேயும் കുറച്ച് ഫണ്ടുണ്ട്. ആ ഫണ്ടിനെ ഈ ഫണ്ടിനെ ചേർത്ത് ആവശ്യമുള്ളവർക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ഹോസ്പിറ്റൽ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ളതാണോ നമ്മുടെ ഹോസ്പിറ്റൽ തന്നെ? സാമൂഹ്യ സേവന മേഖലയിൽ ഡോക്ടർ കൃഷ്ണകുമാർ നൽകി വരുന്ന സേവനങ്ങൾ ഏറെ വിലപ്പെട്ടവയാണ്. അപകടങ്ങളിൽപ്പെട്ടവരെ അടിയന്തര വൈദ്യസഹായത്തിനായി എത്തിക്കുന്നതിന് ഒരു എമർജൻസി ആക്സിഡന്റ് റെസ്ക്യൂ സർവീസ് സൗജന്യമായി ആരംഭിച്ചത് ഇതിൽ പ്രധാനപ്പെട്ടതാണ്. കൂടാതെ തൻ്റെ പിതാവായ ശാസ്താംകുട്ടി പിള്ളയുടെ സ്മരണാർത്ഥം പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് മുഖേന നടത്തുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്കായി സൗജന്യ ശസ്ത്രക്രിയകളും ഇവിടെ ചെയ്തു വരുന്നുണ്ട്. ഈ വഴി ഇച്ഛാശക്തിയോടെ രോഗികൾക്കിടയിൽ വിജയപർവം രചിക്കുന്ന ഒരു ആതുര സേവകന് സ്വന്തമാണ്.